ആഗോള നിക്ഷേപ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി കൊച്ചിയിലെ ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലേക്ക് വരുന്ന ദൃശ്യമാണ്, തത്സമയ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അല്പസമയത്തിനകം സമ്മിറ്റിന് തുടക്കമാകും. 26 രാജ്യങ്ങളിൽ നിന്നായി ഏതാണ്ട് 3000-ലധികം ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ് വിവരം. 3000 സംരംഭകർ തന്നെ എത്തിച്ചേരുന്നുണ്ട്. കേന്ദ്ര വ്യവസായ വകുപ്പ് മന്ത്രി, കേന്ദ്ര വ്യവസായ സഹമന്ത്രി, അതുപോലെ കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി എന്നിവരൊക്കെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി തുടങ്ങിയ IAS ഉദ്യോഗസ്ഥന്മാരും ഈ പരിപാടിയിൽ പങ്കെടുക്കും. അതുപോലെ കേരളത്തിലെ സംസ്ഥാന മന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാരൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കും. പ്രതിപക്ഷ കക്ഷികളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതമാണ്. കേരളത്തിന്റെ വിഷയങ്ങളിൽ കക്ഷി രാഷ്ട്രീയം പാടില്ല എന്നൊരൊറ്റ തീരുമാനത്തിൽ മന്ത്രി P. രാജീവ് ഇതിന്റെ സംഘാടനവുമായി മുന്നോട്ട് പോകുന്ന സംഭവമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ തനേഷ് തമ്പി ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരും. അതുപോലെ ശ്രീകാന്തും തത്സമയം ചേരുന്നുണ്ട്. ആദ്യം തനേഷ് തമ്പിയിലേക്ക്. തനേഷ്, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ, സാംസ്കാരിക വകുപ്പ് മന്ത്രി ഒക്കെ എത്തിക്കഴിഞ്ഞു എന്ന് മനസ്സിലാകുന്നു. കൂടുതൽ വിവരങ്ങൾ. തനേഷ് തമ്പി അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരാൻ കഴിയുമെന്നാണ് വിശ്വാസം. അതായത് കേരളത്തിന്റെ മാറിയ വ്യവസായ മുഖം ഉച്ചകോടിയിൽ പ്രതിഫലിക്കുമെന്നാണ് ഏവരുടെയും പ്രതീക്ഷ. രാഷ്ട്രീയ കക്ഷി താൽപര്യങ്ങൾക്കപ്പുറം കേരളത്തിന്റെ വികസനം മാത്രം ലക്ഷ്യം വയ്ക്കുന്ന ഒരു ഉച്ചകോടിയാണിത്. 2 ദിവസമാണ് ഈ ഉച്ചകോടി. ഇന്നും നാളെയും ഇത് നടക്കും. കേന്ദ്ര വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ, അതുപോലെ സഹമന്ത്രി ജയന്ത് ചൌധരി പങ്കെടുക്കും. അതുപോലെ ഓൺലൈനായിട്ട് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയും ഈ പരിപാടിയിൽ പ്രഭാഷണം നടത്തുന്നുണ്ട്. ഇപ്പോൾ തനേഷ് തമ്പി ചേരുന്നു. തനേഷ്, കൂടുതൽ വിശദാംശങ്ങൾ. അതിഥികളെല്ലാം എത്തിക്കഴിഞ്ഞു. എന്തൊക്കെയാണ് വിവരങ്ങൾ? SKN മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത്. കൃത്യം 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അറിയിച്ചിരുന്നത്. മുഖ്യമന്ത്രി കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം മറ്റ് നേതാക്കൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശിന്റെയൊക്കെ സാന്നിധ്യമാണ് ഏറെ പ്രതീക്ഷയോടെ അല്ലെങ്കിൽ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അദ്ദേഹം അല്പസമയത്തിനകം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. മന്ത്രിമാർ, MPമാർ, MLAമാർ തുടങ്ങി ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ വൃന്ദം, പ്രമുഖ വ്യവസായികൾ തുടങ്ങിയവരെല്ലാം എത്തിയിട്ടുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും ഏതാണ്ട് 3000-ഓളം പ്രതിനിധികളാണ് ഈ ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. കേരളത്തിന്റെ വികസന സാധ്യതകൾ, വ്യവസായ സാധ്യതകൾ ഈ സംരംഭകരെ ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു സമ്മിറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേരളത്തിന്റെ സാധ്യതകൾ എന്തൊക്കെ എന്നത് സംബന്ധിച്ച് സംരംഭകർക്ക് മുന്നിൽ ഉദ്യോഗസ്ഥർ വിശദീകരിക്കും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീട് ഈ ഒരു കേരളത്തിലെ എന്തിന് സംരംഭം തുടങ്ങണം എന്നത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ അവർക്കൊരു വ്യക്തത വരികയുള്ളൂ. വ്യവസായത്തിന് ഏറെ അനുകൂലമായ സാഹചര്യമാണ് കേരളത്തിലുള്ളത് എന്നുള്ളതാണ് കേരളം ബോധ്യപ്പെടുത്താൻ പോകുന്നത്. ഇതിൽ കേരളത്തിന്റെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഒന്നിച്ചു നിൽക്കുന്ന കാഴ്ച കൂടി നമ്മൾ കാണുന്നുണ്ട്. ആ നിലയിൽ ഉള്ള ഇടപെടലുകൾ കൂടുതലായി ഉണ്ടാകും. ഇപ്പോൾ മുഖ്യമന്ത്രിയൊക്കെ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പ്രമുഖ വ്യവസായികളുമൊക്കെയായി അദ്ദേഹം ആശയവിനിമയം നടത്തുന്നുണ്ട്. ആ നിലയിൽ ഉള്ള കാര്യങ്ങൾ ഒക്കെ നടക്കുന്നു. കൂടുതൽ നേതാക്കൾ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ നേതാവ് കൂടി എത്തുന്നതോടുകൂടിയായിരിക്കും ഇതിന്റെ ഈ ഒരു വേദി കൂടുതൽ ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ളതായി മാറുക. കാരണം കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം, അത് വ്യവസായികൾക്ക് നൽകുന്ന സന്ദേശം വളരെ പോസിറ്റീവായ ഒന്നായിരിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസവും പറഞ്ഞത്. മുൻപ് 2 സമ്മിറ്റുകൾ, ഇതുപോലുള്ള ഉച്ചകോടികൾ, മീറ്റുകൾ നടന്നിരുന്നു കേരളത്തിൽ. പക്ഷേ ആ 2ലും തുടർ പ്രക്രിയകൾ ഉണ്ടായിരുന്നില്ല. വലിയ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പിന്നീട് അതിന്റെ തുടർച്ച ഉറപ്പാക്കാൻ പിന്നീട് വന്ന സർക്കാരുകൾക്കൊന്നും കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇക്കുറി അങ്ങനെയല്ല. വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് മന്ത്രി P. രാജീവ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പകരം നമുക്ക് വളരെ ഉറപ്പുള്ള, കൃത്യമായി നമുക്ക് നടപ്പിലാക്കാൻ കഴിയും എന്ന ബോധ്യമുള്ള പദ്ധതികൾ മാത്രമായിരിക്കും പ്രഖ്യാപിക്കുക. ആ നിലയിൽ കേരളത്തിലെ സാധ്യതകൾ എന്തൊക്കെ എന്നത് സംബന്ധിച്ചിട്ടുള്ള വിശദമായ രൂപരേഖ ഈ സമ്മിറ്റിൽ വിവിധ സെഷനുകളിലായി അവതരിപ്പിക്കും എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി അടക്കം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു കേരളത്തിന്റെ വികസനത്തിന്റെ തനേഷ് തമ്പിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നിന്നാണ് ഈ തത്സമയം പ്രേക്ഷകരിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഉദ്ഘാടകനായ മുഖ്യമന്ത്രി സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവും അല്പസമയത്തിനും എത്തിച്ചേരുവേ. ശ്രീകാന്ത് കൂടി തത്സമയം ചേരുകയാണ്. ശ്രീകാന്ത്, യഥാർത്ഥത്തിൽ 3000-ലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്ന വളരെ പ്രതീക്ഷയോടെ കേരളത്തിന്റെ വികസനത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ഉച്ചകോടിയാണിത്. ഇത്രയധികം നിക്ഷേപകരൊന്നും ഈ അടുത്ത കാലം കേരളത്തിൽ വന്നിട്ടില്ല. അപ്പോൾ എന്താണ് നമുക്ക് കൂടുതൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ള കാര്യം? SKN കേരളത്തിന്റെ വികസന കുതിപ്പിന് കരുത്തേകും എന്ന് കരുതുന്ന പരിപാടിയാണ് അത് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ ദൃശ്യങ്ങൾ നോക്കൂ, അതിന്റെ പകിട്ട് എത്രത്തോളം പ്രതീക്ഷയോടെയാണ് നമ്മുടെ സംസ്ഥാനം ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് സമ്മിറ്റിന് വേദിയാകാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. ഇതിന്റെ ആതിഥേയൻ
മന്ത്രി പി രാജീവ് ഇപ്പോൾ ഓരോ പ്രതിനിധികളെയായി സ്വീകരിക്കുന്നുണ്ട്. ജില്ലാ കളക്ടർ NSK ഉമേഷ് അദ്ദേഹത്തിനൊപ്പം ഇവിടെയുണ്ട്. ഓരോ പ്രതിനിധികളായി രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഈ പരിപാടി നടക്കുന്ന വേദിയിലേക്ക് പോവുകയാണ്. അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തിച്ചേർന്നു. പ്രധാനപ്പെട്ട മന്ത്രിമാരെല്ലാം വകുപ്പ് മന്ത്രിമാരും ഒപ്പം തന്നെ അതത് വകുപ്പ് മേധാവിമാരും ഒക്കെ തന്നെ ഈ പരിപാടിയിലേക്ക് ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. 3000-ലധികം പ്രതിനിധികളെയാണ് SKN നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് കൂടി എത്തിച്ചേരും. ഇന്ന് രാവിലെ SKN ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. ഈ ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ വ്യത്യാസമില്ലാതെ സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടി എല്ലാവരും ഒന്നിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് SKN ഈ പരിപാടിക്ക്. വിവിധ വിഷയങ്ങളിലായി ഇവിടെ ചർച്ചകളും മറ്റ് സെമിനാറുകളും ഒക്കെ തന്നെ നടക്കുകയും ചെയ്യും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിവിധ വിഷയങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഒന്ന് സുസ്ഥിര വികസനം, സമുദ്രോത്പാദനം, ഓട്ടോമോട്ടീവ്, റബ്ബർ, IT, ടൂറിസം, AI, തുറമുഖം, പരമ്പരാഗത വ്യവസായം തുടങ്ങി അങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങളിന്മേലാണ് ഈ ചർച്ചകൾ നടക്കുന്നത്, സെമിനാറുകൾ നടക്കുന്നത്. 30 സെഷനുകളിലായി 200-ലേറെ പ്രഭാഷകർ കൂടി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അടക്കമുള്ളവർ ഉണ്ട്. നിതിൻ ഗഡ്കരി ഓൺലൈനായാണ് പങ്കെടുക്കുന്നത്. കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി ഉൾപ്പെടെയുള്ളവർ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കും. SKN മൊത്തത്തിൽ പൊതുവായി നോക്കുകയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസനത്തിന് ഈ പദ്ധതി, ഈ പരിപാടി വലിയ ഉന്മേഷം പകരും എന്ന് കരുതാം. അപ്പോൾ മന്ത്രി കൂടി ഈ സമയത്ത് ഉണ്ട്. ഇനി വികസിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. നമ്മുടെ ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കണം. അതുപോലെ തന്നെ ഉടൻ തന്നെ തുടങ്ങും. ഇവിടെ പിടിച്ചു നിർത്തണമെങ്കിൽ നല്ല സ്ഥാപനങ്ങൾ വരണം, നല്ല വ്യവസായങ്ങൾ തുടങ്ങണം. അതുപോലെ തന്നെ കേരളം ലോകത്ത് നമുക്ക് ഏറ്റവും നല്ല പ്രോപ്പർട്ടി ആയിട്ട് വിൽക്കാൻ പറ്റുന്ന സാധനമാണ്. ഇത്രയും പച്ചപ്പുള്ള 44 നദികൾ ഒഴുകുന്ന മനോഹരമായ ഈ മണ്ണിലേക്ക് വിദേശ സഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയണം, സംരംഭകരെ കൊണ്ടുവരണം. അങ്ങനെ ബഹുവിധമായ വികസന പദ്ധതിയിലൂടെ കേരളം മുന്നേറിയാൽ മാത്രമേ 10-70 ലക്ഷത്തോളം വരുന്ന തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും ഇവിടെ അവസരം കിട്ടൂ. ഭാവി കേരളം സുസജ്ജമാകണമെന്നും അതുപോലെ ഭാവി കേരളം മെച്ചപ്പെടണമെന്നും ആഗ്രഹമുള്ള ആളുകളാണ്. വേദിക്കരികിൽ ഇപ്പോൾ നിതിൻ അംബുജനുണ്ട്. നിതിൻ അംബുജൻ കൂടി തത്സമയം ചേരുകയാണ്. നിതിൻ, ഒരുപക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ നിമിഷങ്ങളിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. നമുക്ക് വളരെ പ്രതീക്ഷയുള്ളൊരു സമിറ്റാണിത്. വിദേശത്ത് നിന്ന് ഒരുപാട് സംരംഭകർ വന്നു കഴിഞ്ഞു. അതുപോലെ കേന്ദ്രവും സംസ്ഥാനത്തെ വിവിധ രാഷ്ട്രീയ കക്ഷികളും എല്ലാവരും ഒന്നിച്ചൊന്നായി കേരളത്തിന്റെ വികസനത്തിനു വേണ്ടി അണിചേരുന്ന അപൂർവമായ ഒരു കാഴ്ചയ്ക്ക് കൂടി നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ പറയാനുള്ളത്? SKN കേരളം ഇതിനു മുൻപ് നിക്ഷേപ സംഗമം കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലൊരു നിക്ഷേപ സംഗമം ആദ്യമായിട്ടാണ് നടത്തുന്ന ഒരു വിവരം തന്നെയാണ് സർക്കാർ ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത്. നേരത്തെ പി രാജീവ് സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് ഇത്രത്തോളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഒരു നിക്ഷേപ സംഗമം കേരളത്തിൽ ആദ്യമായാണ് സംഘടിപ്പിക്കുന്നത്. 6 രാജ്യങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകും. നമുക്കറിയാം കേരളത്തിന്റെ വ്യവസായ രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിന് വേദിയാകുന്ന ഒരു നിക്ഷേപ സംഗമമായി മാറ്റാനാണ് ഈ കൊച്ചിയിലെ ഈ സംഗമത്തെ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള തയ്യാറെടുപ്പുകളെല്ലാം അവസാനിച്ചു. അല്പസമയത്തിനും തന്നെ ഈ സംഗമം ഇവിടെ നിക്ഷേപ സംഗമം ഇവിടെ ആരംഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനാകും ഉദ്ഘാടനം ചെയ്യുക. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. ആഗോള നിക്ഷേപകരടക്കം ഇവിടെ ഇതിനം തന്നെ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ഏതൊക്കെ പദ്ധതികൾ എത്ര രൂപയുടെ നിക്ഷേപം കേരളത്തിലേക്ക് വരുന്നു എന്ന കാര്യത്തിൽ നാളെയോടുകൂടി തന്നെ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2 ദിവസത്തെ സമ്മിറ്റാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വൻകിട പദ്ധതികളുടെ എല്ലാം തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് സർക്കാർ ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത്. ഓരോ രാജ്യത്തിന്റെയും പ്രതിനിധികളുടെ അവതരണമാകും ഇന്നും നാളെയുമായി നടക്കുക. വിദേശ പ്രതിനിധികളുമായി പ്രത്യേക കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട്. AI ആൻഡ് റോബോട്ടിക്സ്, അതോടൊപ്പം തന്നെ എയറോസ്പേസ് ആൻഡ് ഡിഫൻസ്, ലോജിസ്റ്റിക്സ് അടക്കമുള്ള പല തരത്തിലുള്ള പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്ന മേഖലകളിലടക്കം പ്രത്യേക ചർച്ചകൾ നടക്കുന്നു. വേദിയിലേക്ക് വന്നു കഴിഞ്ഞു. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ച് നാടിന്റെ വികസനത്തിന് വേണ്ടി കൈകോർക്കുന്ന ഒരു അപൂർവമായ ഒരു സുന്ദര മുഹൂർത്തത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. വികസനത്തിന്റെ കാര്യത്തിൽ എതിർപ്പില്ല, രാഷ്ട്രീയ എതിർപ്പില്ല എന്ന പ്രതിപക്ഷ നേതാവ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ VD സതീശൻ വേദിയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞു. ഒരുപക്ഷെ ഏറ്റവും സുന്ദരമായ ഒരു സമയമാണ്. നമ്മളെ എന്തിനും കക്ഷി രാഷ്ട്രീയം കാണും. കുടിക്കുന്ന വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും രാഷ്ട്രീയ കക്ഷി ധാരണകൾ പരത്തുന്ന ഒരു സംസ്ഥാനത്ത് ഇതിനെല്ലാം അപ്പുറം ഒരു വ്യവസായ സാമ്രാജ്യം, ഒരു കാലാവസ്ഥ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും എന്ന് ഈ സമിറ്റ് നമ്മൾ വിളിച്ചു പറയുന്നു. നമുക്കൊപ്പം നിതിൻ അംബുജൻ വീണ്ടും തുടരുകയാണ്. പറയൂ നിതിൻ. SKN എന്തായാലും വേദിയിൽ അന്താരാഷ്ട്ര നിക്ഷേപകരും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 ദിവസം കേരളത്തിലെ നിക്ഷേപക രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വേദിയാകുന്ന ഒരു സംഗമത്തിന് ഇവിടെ കൊച്ചിയിൽ അല്പസമയത്തിനും തുടക്കമാകും. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ 6 രാജ്യങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകും. 3000-ഓളം പേർ പങ്കെടുക്കുന്ന ഈ ഒരു പരിപാടിയിൽ കേരളത്തിൽ വലിയ വികസനങ്ങൾ കൊണ്ടുവരാൻ സാധ്യമാകുന്ന പദ്ധതികൾക്ക് എന്തായാലും ഇവിടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് എന്തായാലും നിക്ഷേപകരും അതോടൊപ്പം തന്നെ മന്ത്രിയെല്ലാം തന്നെ പങ്കുവച്ചിരിക്കുന്ന ഒരു കാര്യം. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ
തന്നെ വിവിധ മേഖലകളിലെ ചർച്ചകൾ നടക്കും. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. നിക്ഷേപകർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ നേരെ ഒരു ധാരണാപത്രത്തിലേക്ക് എത്താതെ ഒരു താല്പര്യപത്രത്തിലാകും ആദ്യം സർക്കാർ ഒപ്പുവയ്ക്കുക. അതിനുശേഷമാകും എന്തൊക്കെ തരത്തിലുള്ള നിക്ഷേപങ്ങൾ, അതോടൊപ്പം തന്നെ എത്ര കോടി രൂപയുടെ നിക്ഷേപങ്ങൾ കേരളത്തിലെത്തി എന്നൊരു തീരുമാനമാവുകയുള്ളൂ. എന്തായാലും ഈ സംഗമത്തിന്റെ ഒരു പരിണിത ഫലം വരും ദിവസങ്ങൾ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് സർക്കാർ കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നത്. അത് തന്നെയാണ് ഇന്ന് മന്ത്രി പി രാജീവ് രാവിലെ തന്നെ നമ്മളോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയൊരു കാര്യം. എന്തായാലും വേദിയിൽ വിവിധ വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികൾ തന്നെ വന്നിട്ടുണ്ട്. നമുക്കറിയാം സർക്കാർ ഇതിനു മുൻപ് തന്നെ വലിയ മുന്നൊരുക്കങ്ങൾ ഇതിനുവേണ്ടി നടത്തിയിരുന്നു. ഏതാണ്ട് 8 മാസം നീണ്ട പ്രചരണ പരിപാടികളടക്കം സർക്കാർ സംസ്ഥാനത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തും നടത്തിയിരുന്നു. അതിനുശേഷമാണ് നിക്ഷേപ സംഘം ഇവിടെ സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് വലിയ പ്രതീക്ഷ, നമുക്കറിയാം കേരളത്തിന്റെ വ്യവസായ രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിന് വേദിയാകുന്ന ഒരു സംഘമായി തന്നെ ഇതിനെ മാറ്റാനുള്ള തയ്യാറെടുപ്പത്തിലും സർക്കാർ നേതൃത്വം സ്വീകരിച്ചിരുന്നു. അതിന്റെ പരിണിത ഫലം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഈ ഘട്ടത്തിൽ സർക്കാർ പങ്കുവയ്ക്കുന്നത്. വിജയനാണ് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം ആഗോള നിക്ഷേപക ഉച്ചകോടി ആരംഭിക്കും. കൊച്ചിയിലെ ലുലു ഇന്റർനാഷണൽ ഗ്രാൻഡ് ഹയാത്ത് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലാണ് ഈ പരിപാടി നടക്കുന്നത്. വിദേശ നാടുകളിൽ നിന്നായി 2 ദിവസങ്ങളിൽ 26 രാജ്യങ്ങളിൽ നിന്നായി 3000-ഓളം പ്രതിനിധികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇത്രയധികം സംരംഭകർ പങ്കെടുത്ത മറ്റൊരു സമിറ്റ് ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ, സഹമന്ത്രി ജയന്ത് ചൌധരി എന്നിവർ പങ്കെടുക്കുന്നു. അതുപോലെ ഓൺലൈനായി കേന്ദ്ര റോഡ് ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി പങ്കെടുക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം സമിറ്റ് ഉദ്ഘാടനം ചെയ്യും. മന്ത്രി പി രാജീവ് ചടങ്ങിൽ പങ്കെടുക്കും. ശ്രീകാന്ത് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീകാന്ത്, യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എത്തിക്കഴിഞ്ഞു, അതുപോലെ സംസ്ഥാനത്തെ മിക്ക മന്ത്രിമാരും എത്തിക്കഴിഞ്ഞു. ഇനി ആരെയെങ്കിലും കാത്തിരിക്കുകയാണോ, അതോ ഉദ്ഘാടന പരിപാടികൾ ആരംഭിക്കാൻ സമയമായോ? SKN ഉദ്ഘാടന പരിപാടികൾ അല്പസമയത്തിനകം ആരംഭിക്കും. പ്രധാനപ്പെട്ട പ്രതിനിധികൾ എല്ലാവരും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി കേന്ദ്ര സഹമന്ത്രി അടക്കമുള്ള ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. ഒരു ആഗോള നിക്ഷേപക സംഗമം, അത് നമ്മുടെ വ്യവസായ സൗഹൃദ ആക്കുന്നതിന് വേണ്ടി, സംസ്ഥാനം വ്യവസായ സൗഹൃദമാക്കുന്നതിന്, വ്യവസായ രംഗത്ത് വലിയ കരുത്തേകുന്നതിന്, വലിയ കുതിച്ചുചാട്ടത്തിന് വേണ്ടി സംസ്ഥാനം ഒരു നിക്ഷേപക സംഗമത്തിന് വേദിയാകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ പ്രതിപക്ഷത്തിന്റെ പങ്ക് നിർവഹിക്കണം എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആ പങ്ക് കൃത്യമായി വഹിക്കുന്നു എന്നുള്ളതാണ്. അതേ ഇപ്പോൾ കേന്ദ്രമന്ത്രി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്രമന്ത്രിയെ നേരിട്ട് ഇപ്പോൾ മന്ത്രി പി രാജീവ് സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. SKN ചോദിച്ച ചോദ്യം, ഇനി ആരെയെങ്കിലും കാത്തിരിക്കുകയായിരുന്നു എന്നുള്ള ചോദ്യത്തിന് കേന്ദ്രമന്ത്രിയെ കാത്താണ് ആതിഥേയനായ മന്ത്രി പി രാജീവ്, ഈ ജില്ലയിൽ നിന്നുള്ള മന്ത്രി, വ്യവസായ മന്ത്രി, അദ്ദേഹം കാത്തുനിന്നത്. അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രിയെ സ്വീകരിച്ച് അകത്തേക്ക് പോവുകയാണ്. അല്പസമയത്തിനകം ഈ പരിപാടി ഔദ്യോഗികമായി ആരംഭിക്കും. മുഖ്യമന്ത്രി എത്തിയിരുന്നു, വിവിധ വകുപ്പ് മന്ത്രിമാർ എത്തിയിരുന്നു, ഡിപ്പാർട്ട്മെന്റ് തലവന്മാർ എത്തിയിരുന്നു. സംസ്ഥാനത്തെ ഈ സർക്കാർ വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. ഇനി വരാനുണ്ടായിരുന്നത് കേന്ദ്രമന്ത്രി കൂടിയാണ്, അദ്ദേഹവും എത്തിക്കഴിഞ്ഞു. പരിപാടി ഇതാ ഔദ്യോഗികമായി ആരംഭിക്കാൻ പോകുന്നു. മുഖ്യമന്ത്രി അല്പസമയത്തിനകം ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. SKN ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം പ്രതിപക്ഷത്തിന്റെ സാന്നിധ്യമാണ്. കാരണം സംസ്ഥാനത്തിന് വലിയ വികസന കുതിപ്പിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്ന, സംസ്ഥാനത്തിന് വലിയ വികസന കുതിപ്പിന് കരുത്തേകാൻ പോകുന്ന ഒരു നിക്ഷേപക സംഗമം നടക്കുമ്പോൾ പ്രതിപക്ഷം അതിന്റെ ഭാഗമാകുന്നു, പൂർണ്ണ പിന്തുണ അറിയിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ കാണേണ്ടത്. അതിൽ വലിയ തോതിൽ സംസ്ഥാനത്തെ വ്യവസായികൾ അടക്കമുള്ളവർ, ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾ അടക്കമുള്ളവർ അതിൽ വലിയ തോതിൽ അവരുടെ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാ ഇവിടെ വരെയാണ് നമുക്ക് പ്രവേശനമുള്ളത്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ മന്ത്രിയും അതോടൊപ്പം സംസ്ഥാന വ്യവസായ മന്ത്രി പി രാജീവും കേന്ദ്രമന്ത്രിയും പോയി കഴിഞ്ഞു. ഇനി ഈ ഉദ്ഘാടന കേന്ദ്ര മന്ത്രി പീയൂഷ് ഗോയലാണ് ഇപ്പോൾ അകത്തേക്ക് കടന്നു വന്നത്. കേന്ദ്രമന്ത്രി, വ്യവസായ വാണിജ്യ മന്ത്രിയാണ് അദ്ദേഹം. പീയൂഷ് ഗോയലിന് പുറമെ സഹമന്ത്രി ജയന്ത് ചൌധരിയും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ ഓൺലൈനായിട്ട് നമ്മുടെ വികസനത്തിലേക്ക് ഒരുപാട് സംഭാവനകൾ നൽകുന്ന ദേശീയ ഹൈവേ ഒക്കെ തന്നെ കേരളത്തിൽ വിചാരിക്കുന്ന രീതിയിൽ വളരാൻ കാരണക്കാരനായ കേന്ദ്ര റോഡ് ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ഓൺലൈനായിട്ടും പ്രഭാഷണം നടത്തുന്നുണ്ട്. കേരളത്തിന്റെ കാര്യത്തിൽ അതിന് വലിയ താല്പര്യമുണ്ട്. നമ്മുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം ഒറ്റയടിക്ക് 20,000 കോടി രൂപ വരെ സാങ്ഷൻ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച് നമ്മുടെ ധനമന്ത്രി ഉൾപ്പെടെ ഞെട്ടിച്ചു കളഞ്ഞു. അപ്പം വികസനത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം കക്ഷി രാഷ്ട്രീയത്തിന്റെ കണ്ണാടിയിലൂടെ അത് കാണില്ല എന്ന് അദ്ദേഹം തെളിയിച്ച ദിവസമായിരുന്നു നമ്മുടെ കോൺക്ലേവിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം ഓൺലൈനായിട്ട് ഈ വ്യവസായ വികസനത്തിന്റെ കാര്യത്തിൽ പ്രഭാഷണം നടത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും.
ശ്രീകാന്ത് വിശദാംശങ്ങളുമായി തുടരുകയാണ്. ശ്രീകാന്ത്, യഥാർത്ഥത്തിൽ വിദേശ പ്രതിനിധികളെല്ലാം എത്തിക്കഴിഞ്ഞു. അതുപോലെ നമ്മുടെ നാട്ടിലെ സംരംഭകരായിട്ടുള്ള വിദേശ മലയാളികളൊക്കെ തന്നെ ഈ പ്രവാസികൾ പ്രത്യേകിച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. കൂടുതൽ നിക്ഷേപകരെ ഈ സമിറ്റിലൂടെ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. വിവരങ്ങൾ എസ്കെൻ, പ്രധാനപ്പെട്ട ആളുകൾ എല്ലാവരും തന്നെ വ്യവസായികൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്, വിദേശ പ്രതിനിധികൾ ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി എത്തി, വകുപ്പ് മന്ത്രിമാരെത്തി, വകുപ്പ് തലവന്മാരെത്തി, കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അടക്കമുള്ളവർ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. അതായത് ഒരു അന്താരാഷ്ട്ര വ്യവസായ സൗഹൃദ ഉച്ചകോടി നടക്കുമ്പോൾ അതിന് ചാലകശക്തിയായി മാറേണ്ട, അതിന് കരുത്തേകേണ്ട മുഴുവൻ ആളുകളും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി നടക്കേണ്ടത് ഏതാണ്ട് 30 സെഷനുകളിലായി 200-ലധികം സെമിനാറുകൾ, അതോടൊപ്പമുള്ള ചർച്ചകൾ. അത്തരത്തിൽ കേരളത്തിന്റെ വികസന കുതിപ്പിന് കരുത്തേകുന്ന ചർച്ചകൾക്കാണ് ഇനി ഇവിടം വേദിയാകാൻ പോകുന്നത്. ഇന്നത്തെ ഈ പരിപാടിയിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ എസ്കെൻ പറഞ്ഞതുപോലെയാണ്. നമ്മുടെ പ്രതിനിധി നിതിൻ അംബുജനുണ്ട്. നിതിൻ ഗഡ്കരി ഓൺലൈനായിട്ട് പ്രഭാഷണം നടത്തും. അപ്പോൾ നിതിൻ അംബുജൻ നമുക്കൊപ്പം ചേരും. നിതിൻ, പറയൂ. എന്തായാലും വ്യവസായ രംഗത്ത് കേരളം വലിയ കുതിപ്പുചാട്ടം നടത്തിയെന്ന കാര്യത്തിൽ വലിയ വിമർശനങ്ങളും ചർച്ചകളൊക്കെ തന്നെ നടത്തിയിരുന്നു. പ്രതിപക്ഷം വലിയ അതിനാണ് പ്രതിപക്ഷം സഹകരിച്ച് മുന്നോട്ട് പോകാമെന്ന തീരുമാനം സ്വീകരിച്ചത്. എന്തായാലും മുസ്ലിം ലീഗ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിമർശനങ്ങളൊക്കെ കഴിച്ചങ്ങളൊക്കെ നടത്തിയിരുന്നു. വ്യവസായ രംഗത്ത് കേരളത്തിന്റെ കുതിപ്പുചാട്ടവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനമൊക്കെ നടത്തിയിരുന്നു. അപ്പൊ ഏത് മുൻകാലങ്ങളിൽ 2011 ആളുകളും പങ്കെടുക്കുന്നു. അതുപോലെ മുൻ വ്യവസായ വകുപ്പ് മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി പരിപാടിയിൽ പങ്കെടുക്കും. അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിക്കഴിഞ്ഞു. പി.കെ. ബഷീർ എം.എൽ.എ. ആണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. എന്തായാലും ബോൾഗാട്ടിലെ ലുലു കൺവെൻഷൻ സെന്ററിൽ ഇന്ന് രാവിലെ 10 മണിക്കാണ് ഉദ്ഘാടനം പറഞ്ഞത്. എന്നാലും പ്രതിനിധികളും PIPകളും എത്താൻ അല്പം ലേറ്റായി. മുഖ്യമന്ത്രി സമയത്ത് തന്നെ എത്തിച്ചേർന്നിരുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം അവിടെ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കും. വിദേശ നാടുകളിൽ നിന്നുള്ള സംരംഭകരൊക്കെ തന്നെ അവരുടെ പ്രോജക്റ്റുകളെ കുറിച്ച് വിശദമായി കാര്യങ്ങൾ അവതരിപ്പിക്കും. അതോടെ അവരുടെ വ്യത്യസ്തമായ ചർച്ചകളും നടക്കും. നമുക്കൊരു ചെറിയ ഇടവേള എടുത്ത് മടങ്ങി വരാം. അപ്പോഴേക്കും നമുക്ക് ഉദ്ഘാടനത്തിന് സമയമാകും. എന്തായാലും ഇതൊരു ചരിത്രമെഴുതുന്ന ഒരു സമിറ്റ് ആകട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. കാരണം കേരളത്തിന് ഇനി മുന്നോട്ട് പോകാൻ ഒരുപാട് സംരംഭങ്ങൾ വന്നേ പറ്റൂ. അല്ലെങ്കിൽ തപ്പിത്തടഞ്ഞു നടക്കുന്ന തൊഴിൽ തേടി അലയുന്ന നമ്മുടെ ചെറുപ്പക്കാരുടെ കാര്യം കട്ടപ്പുകയാകാതിരിക്കാൻ നമുക്ക് ഒരുപാട് സംരംഭങ്ങൾ എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ തുടങ്ങണം. ഇടവേള.